ലോകത്തിന്റെ പ്രവാചകന്റെ കാലിലുണ്ടല്ലോ ഒരു മുള്ളുപോലും കൊത്തിക്കേറുന്നത് താങ്ങാൻ കഴിയൂല. ഹുബൈബ് തങ്ങളതാ പറയുമ്പോ ശത്രുക്കളെന്റെ പ്രിയപ്പെട്ടവരെ ദേഷ്യപ്പെടുകയാ. ശത്രുക്കള് ഹുബൈബ് തങ്ങളെ കഴുകുമരത്തിന്റെ ചവിട്ടിലേക്ക് കൊണ്ടുവരികയാ. ഹുബൈബ് തങ്ങളോട് ശത്രുക്കൾ ചോദിക്കുകയാ, ഹുബൈബേ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹമെന്താ? ജീവിതത്തിലെ അവസാനത്തെ അഭിലാഷമെന്തോ? ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹമെന്തോ എന്നെ പ്രിയപ്പെട്ടവരെ ചോദിക്കുമ്പോ ഹുബൈബ് തങ്ങൾ പറയുകയാ, 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുമോ? 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? ഹുബൈബ് തങ്ങൾ നിസ്കരിക്കണമെന്ന് പറയുമ്പോ ശത്രുക്കൾ ഹുബൈബ് തങ്ങളോട് പറയുകയാ, നീ എത്ര സുജൂദ് ചെയ്തിട്ടും കാര്യമില്ലോ, എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ലോ, നിന്റെ പടച്ചവനുണ്ടല്ലോ നിന്നെ രക്ഷപ്പെടുത്തൂല, നിന്നെ സഹായിക്കൂല, നിന്നെ രക്ഷപ്പെടുത്തൂല. ഹുബൈബ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വാശി പിടിക്കുമ്പോ ഹുബൈബ് തങ്ങളോടതോ ശത്രുക്കൾ നമസ്കരിക്കാൻ പറയുകയാ. ഹുബൈബ് തങ്ങൾ പടച്ചവനെ ഒന്നുവെടുക്കുകയാ, പടച്ചവനെ ഖിബിലയ്ക്ക് അഭിമുഖമായി നിൽക്കുകയാ. ഹുബൈബ് തങ്ങൾ കൈകെട്ടുകയാ. ഹുബൈബ് തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുകയോ. ഹുബൈബ് തങ്ങൾ സലാം വീട്ടിയിട്ടോ 2 കരങ്ങളും പടച്ചവന്റെ ചാരത്തേക്ക് ഉയർത്തിയിട്ടോ ഹുബൈബ് തങ്ങൾ ദുആ ചെയ്യുകയോ. ഹുബൈബ് തങ്ങൾ ദുആ ചെയ്യുമ്പോ ഹുബൈബ് തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാ. ഹുബൈബ് തങ്ങൾ കരയുമ്പോ മലക്കുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങി വിടുകയോ. ഹുബൈബ് തങ്ങളോട് പറയുകയാ, എന്തിനാണ് ഹുബൈബേ കരയുന്നതെന്തിനാ ഹുബൈബേ, സങ്കടപ്പെടുന്നതെന്തിനാ ഹുബൈബേ, നിനക്ക് സ്വർഗമുണ്ടോ, സ്വർഗത്തിന്റെ അവകാശിയാണോ? ഹുബൈബ് തങ്ങളെയുണ്ടല്ലോ പടച്ചവനെ കഴുകുമരത്തിന്റെ ചവിട്ടിലേക്ക് കൊണ്ടുവരികയാ. ഹുബൈബ് തങ്ങളെ തൂക്കിലേറ്റുകയാ. ഇസ്ലാമിന്റെ ധീര പോരാളിയുണ്ടല്ലോ ഷഹീദാകുകയാ. സഹാബത്തോടി വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാ, നബിയേ ഹുബൈബ് വിട പറഞ്ഞല്ലോ നബിയേ, നബിയേ ഹുബൈബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞല്ലോ നബിയേ. റസൂലുള്ളാഹി വല്ലാതെ കരഞ്ഞുകൊണ്ട് സഹാബത്തിനോട് പറയുകയാ, എന്നെ പ്രണയിച്ച ഹുബൈബാണല്ലോ, എന്നെ സ്നേഹിച്ച ഹുബൈബാണല്ലോ, എന്നെ ഇഷ്ടം വെച്ച ഹുബൈബാണല്ലോ, എന്റെ ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ ആ തൂക്കുമരത്തിന്റെ ചവിട്ടിൽ നിന്ന് എന്റെ ചാരത്തേക്ക് കൊണ്ടുവരുമോ? ഒരു സഹാബിയതാ എണ്ണീക്കുകയാ. എന്നിട്ടോ നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ് ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ ഞാൻ കൊണ്ടുവരാ.